പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലെ പ്രതിഷേധത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തു. 2 എഫ്ഐആറുകളാണ് ഡൽഹി പോലീസ് രജിസ്റ്റർ ചെയ്തത്. അതീവ സുരക്ഷാ മേഖലയിൽ അനുമതിയില്ലാതെ പ്രതിഷേധം സംഘടിപ്പിച്ചുവെന്നാരോപിച്ചാണ് കേസ്. വിവരങ്ങളുമായി അനുരഞ്ജന കൃഷ്ണ ചേരുന്നു. അനുരഞ്ജന, എന്തായാലും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. എന്തൊക്കെ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്? വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരുണിമ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CJP പ്രവർത്തകർ വിദ്യാർത്ഥികളോടൊപ്പം ചേർന്ന് CJP പ്രവർത്തകർ ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ നടത്തിയ പ്രതിഷേധത്തിൽ പങ്കെടുത്തതിനെതിരെ രാഹുൽ ഗാന്ധി, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്കെതിരെയും ഇപ്പോൾ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ഡൽഹി പോലീസ്. 2 എഫ്ഐആറുകൾ ചുമത്തിയിട്ടാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അനധികൃതമായി പ്രതിഷേധം നടത്തി എന്ന് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതീവ സുരക്ഷാ മേഖലയിൽ അനുമതിയില്ലാതെ അനധികൃതമായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് എന്നാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ചുമത്തിയ എഫ്ഐആറിൽ പരാമർശിച്ചിരിക്കുന്നത്. ലോക് കല്യാൺ മാർഗിലെ ഗേറ്റിന് മുന്നിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെയും മറ്റ് കോൺഗ്രസ് നേതാക്കളുടെയും പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ 10 രാജാജി മാർഗിലെ വസതിയിൽ നിന്നും 1/2 കിലോമീറ്ററോളം അകലെയാണ് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കുള്ള പ്രവേശന കവാടം. തുടക്കത്തിൽ രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ നടന്നൊരു കോൺഗ്രസ് നേതാക്കളുടെ യോഗത്തിന് ശേഷമൊക്കെ ആയിരുന്നു ഇവർ ഒരു പ്രതിഷേധ റാലിയൊക്കെ തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ റാലിക്കൊക്കെ തന്നെ ഡൽഹി പോലീസിൻ്റേതായിട്ടുള്ള വളരെ കർശനമായ നിയന്ത്രണങ്ങളും തടസ്സങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇതൊക്കെ മറികടന്നുകൊണ്ടായിരുന്നു കോൺഗ്രസ് എംപിമാർ, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് എംപിമാർ ഈ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, ഇവർ ആദ്യമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്ന ദിവസം രാജ്യം വളരെ പ്രക്ഷുബ്ധമായാണ് ആ സാഹചര്യത്തെ നമ്മൾ കണ്ടത്. നമുക്കറിയാം, അന്ന് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അടങ്ങുന്ന കോൺഗ്രസ് നേതാക്കൾ അടങ്ങുന്ന സംഘം CJPക്ക് പിന്തുണയുമായിക്കൊണ്ട് ഇത്തരത്തിൽ ജന്തർ മന്ദിറിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ വലിയ പ്രക്ഷുബ്ധമായൊരു സാഹചര്യമായിരുന്നു അവിടെ പോലീസ് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവിടെ എത്തിയ ഈ കോൺഗ്രസ് നേതാക്കൾക്ക് നേരെ ലാത്തി വീശിയും അവരെ അറസ്റ്റ് ചെയ്തും അവർക്ക് നേരെ ആക്രമണ സ്വഭാവമൊക്കെ പുറത്തെടുത്തുകൊണ്ടായിരുന്നു ഡൽഹി പോലീസ് ഇവരെ മന്ത്രിമാരാണ്, MLA-മാരാണ്, രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് എന്ന് പോലും നോക്കാതെ ഇവർക്കെതിരെ കയ്യേറ്റം നടത്തിയിട്ടുണ്ടായിരുന്നത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് പോയിട്ടുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയെ റോഡിലൂടെ വലിച്ചിഴച്ചാണ് പോലീസ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിനൊക്കെ ശേഷം തന്നെ പിറ്റത്തെ ദിവസവും ഇതേപോലെ കോൺഗ്രസ് മന്ത്രിമാരുടെ ഒരു യോഗം രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ ചേർന്നതിന് ശേഷം വൈകുന്നേരത്തോടു കൂടി ഇത്തരത്തിൽ ഗാന്ധി സ്മൃതിയിലേക്കൊക്കെ തന്നെ ഒരു പ്രതിഷേധം ഈ കോൺഗ്രസ് MLA-മാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്നു. അതിലും പോലീസ് കടുത്ത തടസ്സങ്ങൾ തന്നെയാണ് സൃഷ്ടിച്ചിരുന്നത്. നിലവിൽ അതിലെല്ലാം തന്നെ അനധികൃതമായി ഇത്തരം അനുമതിയില്ലാതെ സംഘടിപ്പിച്ച ഒരു പ്രതിഷേധത്തിനെതിരെയാണ് നിലവിൽ ഡൽഹി പോലീസ് ഇവർക്കെതിരെ രാഹുൽ ഗാന്ധിക്കെതിരെ എഫ്ഐആർ ചുമത്തി കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. 1 മണിക്കൂറിനകം അന്ന് നടന്ന പ്രതിഷേധം നടന്ന 1 മണിക്കൂറിനകം തന്നെ പ്രതിഷേധിച്ച ചില നേതാക്കളെയൊക്കെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പ്രതിഷേധം ശക്തമായതോടെ റോഡുകൾ അടച്ച പോലീസ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെയും രംഗത്തിറക്കി വലിയൊരു സംഘർഷ സാഹചര്യമായിരുന്നു അവിടെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. അതിനൊന്നും യാതൊരു ആവശ്യവുമില്ലായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. കാരണം സമാധാനപരമായൊരു പ്രതിഷേധ പ്രകടനത്തിനാണ് തങ്ങൾ തയ്യാറെടുക്കുന്നത് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അറിയിച്ചിരുന്നത്. പക്ഷേ അതിനെല്ലാം തന്നെ ഒട്ടും വില കൽപ്പിക്കാതെ ഒരു സംഘർഷ സാഹചര്യം മനഃപൂർവ്വം പോലീസ് സൃഷ്ടിക്കുകയായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അതിനുശേഷം രാഹുൽ അടക്കമുള്ള കൂടുതൽ പേരെ പിടിച്ചു നീക്കുകയും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ പോലീസ് സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ CJP പ്രതിഷേധത്തിൽ നിന്ന് ഒട്ടും തന്നെ വിട്ടുനിൽക്കാനോ അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കാനോ ഒന്നും തന്നെ കോൺഗ്രസ് തയ്യാറായിരുന്നില്ല. അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ഈ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിക്ക് വേണ്ടി തന്നെ കോൺഗ്രസ് രാഹുൽ ഗാന്ധി അടങ്ങുന്ന സംഘം നിൽക്കുകയായിരുന്നു. നിലവിൽ അതിനെതിരെയാണ് കേസ് വന്നിരിക്കുന്നതിന് ശേഷം തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജ്യം കണ്ടതാണ്. പുതിയ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ തന്നെ വരികയും ചെയ്തു. പക്ഷേ ഇപ്പോൾ നിലവിൽ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്കെതിരെ ഈ പ്രതിഷേധ പ്രകടനങ്ങൾ അനധികൃതമായി നടത്തി സംഘം ചേർന്നു എന്നൊക്കെ ചേർന്ന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസ് ഫയൽ ചെയ്തിരിക്കുന്നു എന്നാണ് നിലവിലെ പ്രധാന വിവരം. അരുണിമ.
ശരി, വ്യക്തമാണ്. എന്തായാലും പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലെ പ്രതിഷേധത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. 2 എഫ്ഐആറുകളാണ് ഡൽഹി പോലീസ് രജിസ്റ്റർ ചെയ്തത്. അതീവ സുരക്ഷാ മേഖലയിൽ അനുമതിയില്ലാതെ പ്രതിഷേധം സംഘടിപ്പിച്ചു എന്നാരോപിച്ചാണ് കേസെടുത്തിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അനുരഞ്ജന കൃഷ്ണയാണ്.